നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. KPCC ആസ്ഥാനത്ത് ഇന്ന് നിർണായക ചർച്ചകളുണ്ടാകും. അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന കേരള ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും CPM-ൽ തുടരുകയാണ്. പ്രേംകുമാറിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം കോൺഗ്രസും നടത്തുന്നു. മാത്രമല്ല അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്തകൾ കൂടി പ്രചരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഉമേഷ്, പ്രേംകുമാർ അടങ്ങിയോ? പ്രേംകുമാർ ഇപ്പോഴും പിടിതന്നിട്ടില്ല. ഞാനിപ്പോൾ പ്രേംകുമാറിന്റെ വീടിന് മുന്നിലാണുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ വീട്ടിലില്ല, അദ്ദേഹം കൊല്ലത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ വന്നിരുന്നു. ഇന്നലെ രാത്രി വന്നപ്പോഴാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ നീക്കം. അദ്ദേഹം ഏകദേശം 10 മിനിറ്റോളം വീടിന് മുന്നിൽ വന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ ഫോണിൽ വിളിച്ചു. മൂന്നിലധികം തവണ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. അങ്ങനെ നേരിട്ട് കാണാൻ കഴിയാതെ പോവുകയാണുണ്ടായത്. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജെ സനിൽ അടക്കമുള്ളവരും ഇന്നലെ അഖിലടക്കമുള്ളവരും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവർക്കും കോൺഗ്രസ് നേതൃത്വത്തിനും കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും കോൺഗ്രസ് നേതൃത്വം പുതിയൊരു നീക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും നിർണായകമായ യോഗം, കോൺഗ്രസിന്റെ യോഗം നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് നേതൃയോഗം നടക്കുന്നത്. രാവിലെ പ്രചാരണ കമ്മിറ്റിയുടെ യോഗമാണ്. രമേശ് ചെന്നിത്തലയാണ് അതിന്റെ അധ്യക്ഷൻ. രാവിലെ 9:30 തന്നെ ആ യോഗം ചേരും. യോഗത്തിൽ പ്രധാനമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ, അതിലെ വേണ്ട കാര്യങ്ങൾ, അതിന്റെ അജണ്ട എന്നീ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നേതൃയോഗമാണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നെല്ലാം കോൺഗ്രസിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്നലെ പ്രേംകുമാർ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശം ഒരുപക്ഷെ സാധ്യമാവുകയാണെങ്കിൽ, അത് വേഗത്തിൽ സാധ്യമാവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന നേതൃയോഗം നിർണായകമാകാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥാനാർത്ഥി ചർച്ച അത് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അന്തിമഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥി ചർച്ച കടക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത മേഖലകളിലെല്ലാം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. കഴക്കൂട്ടം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ല. എന്നാൽ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രേംകുമാർ കഴക്കൂട്ടം നിവാസിയാണ്. കഴക്കൂട്ടത്ത് വർഷങ്ങളായി കുടുംബ പൂർണ്ണമായി കഴക്കൂട്ടത്താണ്. വർഷങ്ങളായി കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പ്രേംകുമാർ സജീവമാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കാനുള്ള ആലോചന കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കിട്ടാത്ത ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും ഇവിടെ LDF ആണ് വിജയിക്കുന്നത്. ഇപ്പോൾ BJP ശക്തമായി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ പ്രേംകുമാറിനെ പരിഗണിക്കാൻ ആലോചിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനോട് KC വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചതല്ലാതെ നേരിട്ട് ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. ഇന്ന് നേതൃയോഗം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം KPCC അധ്യക്ഷനുമായുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തലുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് അദ്ദേഹം വീട്ടിലില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി ഇവിടെ കാത്തു നിൽക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ നീക്കം എന്തായാലും നിർണായകമാണ്. അതിലേക്കാണ് ഇനി കാതോർക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.